മൂന്നാം വട്ടവും പിണറായി വരും എന്നുള്ള കണക്കുകൂട്ടലാണ് CPM കഴിഞ്ഞ കുറേ ദിവസങ്ങൾ മുമ്പ് വരെ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ അവസാനിച്ചു കഴിയുമ്പോൾ ആ ചിന്തകളൊക്കെ അവർക്ക് മാറിയിരിക്കുകയാണ്. പാർട്ടി കോൺഗ്രസിന്റെ തുടക്കത്തിൽ തന്നെ പിണറായിയുടെ തലയിലേക്കാണ് ഇടുത്തി വീണത്. ആ ഇടുത്തി പിണറായിയുടെ തലയിൽ മാത്രമല്ല, പാർട്ടിയുടെ മൊത്തം തലയിലേക്കും AKG സെന്ററിലേക്കുമാണ് പതിച്ചത്. അതോടുകൂടി മൂന്നാം വട്ടം അധികാരത്തിൽ വരുമെന്നുള്ള അമിത പ്രതീക്ഷയും അസ്തമിച്ചു. അങ്ങനെ വന്നപ്പോൾ UDF കേന്ദ്രങ്ങളിൽ ഉണർവ് പകർന്നിരിക്കുകയാണ്. കാരണം എല്ലാം ഈ പറഞ്ഞാണല്ലോ അങ്ങ് ഫലിപ്പിച്ചു വയ്ക്കുന്നത്. ഈ CPM-ന്റെ സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ അവർ തുടർഭരണം പിടിക്കും, എല്ലാം ക്ലീനാണ്, ഒരഴിമതി ഇവിടെ നടന്നിട്ടില്ല, അതുപോലെ തന്നെ കേരളം സമ്പൽ സമൃദ്ധിയാണ്, എള്ളോളമില്ല പൊളിവചനം, അങ്ങനെ എല്ലാ കാര്യങ്ങളും മഹാബലി നാടുവാണതിനേക്കാളും ഗംഭീരമായിട്ടാണ് കാരണഭൂതൻ നാടുവാണോണ്ടിരിക്കുമ്പോൾ നടക്കുന്നത് എന്നാക്കി തീർത്തു. കാരണഭൂതൻ മാത്രമല്ല, പ്രിയ മരുമകനും കൂടെ ചേർന്ന് ഭരണം നടത്തുമ്പോൾ അത് തന്നെ തുടരുകയും മരുമകൻ 26ന്റെ ഇടയ്ക്ക് വെച്ചെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അഭിഷിക്തനാകും, അരിയിട്ട് വാഴ്ച നടത്തുന്നതും ഒക്കെ സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു കാരണഭൂതൻ. ആ സ്വപ്നത്തിന്റെ മുകളിലാണ് ഇടുത്തി വീണത്. അതായത് മകൾ വീണ പ്രതിയാണെന്നും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ അനുമതി തേടുകയാണ്, മാസപ്പടി വാങ്ങി എന്നുള്ളതും തെളിഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തില് പിണറായിയുടെ പിടി വിടുന്നു. UDF കേന്ദ്രങ്ങളില് ഉണർവ് പകർന്നിരിക്കുകയാണ്. ആ ഉണർവും ആവേശവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് UDF-ലെ പ്രധാന ഘടകകക്ഷിയായ ലീഗിനാണ്. കാരണം ലീഗിന് അധികാരമില്ലാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ 10 വർഷമാകാൻ പോകുന്നു അധികാരമില്ലാതെ നിൽക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് ഭ്രാന്ത് പിടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇനി അടുത്ത 5 വർഷം കൂടെ ഭരണമില്ലെന്നുണ്ടെങ്കിൽ ലീഗ് കൂട്ടത്തോടെ ഭ്രാന്തിളകും. അങ്ങനെ ഒരുപക്ഷെ നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ എന്നല്ല, ലോക രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു സംഭവം കേൾക്കേണ്ടി വരും. അതായത് അധികാരം കിട്ടാതെ കൂട്ടത്തോടെ ഒരു പാർട്ടിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന്. അത് സംഭവിക്കുകയാണെങ്കിൽ അത് കേരളത്തിലെ മുസ്ലിം ലീഗിന് തന്നെ ആയിരിക്കും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ലീഗ് നേതാക്കന്മാർ നെട്ടോട്ടമാണ്. എങ്ങനെയെങ്കിലും ഈ മുങ്ങിത്താഴാൻ പോകുന്ന കപ്പലിൽ നിന്ന് കുറെ ഘടകകക്ഷികളെ തട്ടിക്കൂട്ടി എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവരണം. പ്രധാന നോട്ടം ഇട്ടിരിക്കുന്നത് നമ്മുടെ ജോസ് കെ മാണിയാണ്. കാരണം അതാവുമ്പോൾ കുറെ ക്രിസ്ത്യാനികളുടെ വോട്ട് കൂടി നമുക്ക് ലഭിക്കുമല്ലോ. പള്ളിക്കാരും പട്ടക്കാരും ഒക്കെ കൂടി വരുമ്പോൾ UDF അങ്ങനെ ഉണർവേകും എന്ന് ലീഗ് കരുതുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഈ ക്രൈസ്തവരൊക്കെ തന്നെ BJP-യിലേക്ക് ചുവട് മാറുന്നു എന്നുള്ളതും ലീഗിന് വലിയൊരു അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ജോസ് കെ മാണിയെ ആവുന്നത്ര വാഗ്ദാനം നൽകി ഓഫർ കൊടുത്തു കൊണ്ടുവരാൻ ഇങ്ങനെ ലീഗ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഈ പാലയിൽ നിന്ന് ഇനി മത്സരിക്കാൻ പറ്റത്തില്ല. പാലയിൽ മാണി സി കാപ്പൻ എടുത്തു വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ പാലയുമായിട്ട് വലിയൊരു ബന്ധമാണ് ജോസ് കെ മാണിക്കുള്ളത്. അത് KM മാണിയുടെ കാലം മുതലേ ഉള്ളതാണ്. പാല എന്ന് പറഞ്ഞാൽ KM മാണി, KM മാണി എന്ന് പറഞ്ഞാൽ പാല. അങ്ങനെയാണ് കേരള രാഷ്ട്രീയം കേട്ടിട്ടുള്ളത്. ആ പാല കൈവശം പോയി കഴിഞ്ഞപ്പോൾ ജോസ് കെ മാണി വലിയ നിരാശനായി എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒക്കെ തന്നെയാണ് LDF-ലേക്ക് ചേക്കേറിയത്. അവിടെ ചെന്നപ്പോഴോ CPM-കാർ തന്നെ തോപ്പിച്ച് ഇരുത്തിയതാണ്. കാരണം ജോസ് കെ മാണിയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. കാരണം ഇപ്പുറത്ത് വന്നു കഴിയുമ്പോൾ ബാർഗെയിൻ ചെയ്യും ചില കാര്യങ്ങളിൽ. ഒന്നാമത് തൻ്റെ അച്ഛൻ ഭരിച്ചുകൊണ്ടിരുന്നതാണ് ധനമന്ത്രി സ്ഥാനം, അത് വേണമെന്നും പറഞ്ഞു. കാരണം ഓരോരുത്തർക്ക് അങ്ങ് കുടുംബസ്വത്തായിട്ട് അങ്ങ് കൊടുത്തിരിക്കുകയായിരുന്നല്ലോ UDF-ന്റെ കാലത്ത്. അത് തന്നെ വേണമെന്നും പറഞ്ഞ് ജോസ് കെ മാണി ഒരുപക്ഷെ പിടിവാശി നടത്തും എന്ന് CPM മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ തോപ്പിച്ചങ്ങ് ഒരു മൂലക്കിരുത്തുകയും ചെയ്തു.
അപ്പോൾ ഇനിയിപ്പോൾ CPM-ന്റെ കപ്പിത്താനൊക്കെ ഇങ്ങനെ മുങ്ങിത്താഴാൻ പോവുകയാണ്. ക്യാപ്റ്റനായി തീർന്നിരിക്കുന്നത് MA ബേബിയാണ്. അപ്പൊ MA ബേബി എന്തായാലും പിണറായിയുമായിട്ടൊരു വലിയ പോരിന് ഇറങ്ങുകയും ചെയ്യും. ആ സാഹചര്യത്തിൽ ജോസ് കെ മാണിയെ ഇപ്പുറത്ത് കൊണ്ടുവരിക, അതിനുവേണ്ടിയാണ് ലീഗ് തിരുവമ്പാടി സീറ്റ് കൊടുക്കാമെന്ന് വരെ പറഞ്ഞിരിക്കുകയാണ്. തിരുവമ്പാടി സീറ്റ് യഥാർത്ഥത്തില് ഇപ്പോൾ CPM-ന്റെ കൈവശമാണ് ഇരിക്കുന്നത്. പണ്ടേ അത് ലീഗിന്റെ കൈവശമായിരുന്നു. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പില് ഏതാണ്ട് ഒരു 3000 അതിൽ വോട്ടിന് മാത്രമാണ് CPM-ന്റെ സ്ഥാനാർത്ഥി വിജയിച്ചത്. അതെന്തായാലും തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് ലീഗ് കണക്ക് കൂട്ടുന്നു. ഒന്നാമത് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുപോലെ തിരുവമ്പാടി ഭാഗത്ത് കുടിയേറ്റ കർഷകർ ധാരാളമുണ്ട്, ക്രൈസ്തവര്. ആ വോട്ട് മുഴുവൻ ഇവർക്ക് ജോസ് കെ മാണിക്ക് ലഭിക്കും എന്നൊക്കെ കണക്ക് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരുവമ്പാടി കൊടുത്തുകൊണ്ട് ജോസ് കെ മാണിയെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് മുന്നണി വിപുലീകരിച്ച് അത്തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭരണം പിടിക്കാം. ഇത് പറ്റിയ അവസരം തന്നെയായിട്ടാണ് ലീഗും UDF-ലെ മറ്റ് ഘടകകക്ഷികളും കാണുന്നത്. പക്ഷെ ഈ അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി ഓർക്കണം. കേരളത്തിൽ BJP ശക്തിപ്പെടുകയാണ്. BJP ശക്തിപ്പെടുന്നു എന്ന് ചോദിച്ചാൽ മുൻപൊരിക്കലും ഇല്ലാത്ത വിഭാഗീയതയൊക്കെ അങ്ങോട്ട് മാറിയിട്ട് കേരളത്തിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഏവർക്കും സുസമ്മതനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെയാണ് ഇറക്കിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരന്റെ കുടക്കീഴില് ഈ ഗ്രൂപ്പ് പോരാട്ടം നടത്തിയവരെല്ലാം കൂടി ഒന്നിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ അതും UDF-ന് ഒരു ഭീഷണി ഉയർത്തുന്നുണ്ട്. അപ്പൊ UDF പല ഭീഷണിയെയും അതിജീവിച്ച് വേണം 2026 അധികാരത്തിലെത്താൻ. അങ്ങനെ BJP ഒരു ഭാഗത്ത്, CPM ഏതാണ്ട് ശോഷിച്ചതാണെങ്കിലും അവരെ അങ്ങനെ നിസ്സാരക്കാരായിട്ട് തള്ളിക്കളയാൻ സാധ്യമല്ല. കാരണം അതൊരു കേഡർ പാർട്ടിയാണ്, കേഡർ സംവിധാനത്തിലൂടെ പോകുന്നതാണ്. അതുപോലെ കോൺഗ്രസിനകത്ത് തന്നെ ഗ്രൂപ്പ് പോര് അതിശക്തമാണ്. മുഖ്യമന്ത്രി പദവിക്ക് തന്നെ വേഷം കെട്ടി നിൽക്കുകയാണ് പലരും. ഹൈക്കമാൻഡിന്റെ നോട്ടമൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും അനുസരിച്ച് പലരും മുമ്പോട്ട് പോവുകയുമില്ല. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് പല കാര്യങ്ങളെ അതിജീവിച്ച് വേണം മുന്നേറാൻ. അപ്പൊ അതിനെ അതിജീവിക്കുമോ എന്നുള്ള ഒരു ആശങ്കയും ലീഗിലുണ്ട്. അത് എല്ലാം അതിജീവിച്ച് വന്നു കഴിഞ്ഞ് ഭരണം നേടിയെങ്കിൽ മാത്രമേ ലീഗിന് സ്വസ്ഥതയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ലീഗ് ഇങ്ങനെ വളരെ ഈ ചടുലമായി പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അവർ ചില കാര്യങ്ങളൊക്കെ നോട്ടമിട്ടിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഏവർക്കും അറിയാം, 5 മന്ത്രിമാർ അവർക്ക് വേണം. അത് പണ്ടേ ആവശ്യപ്പെട്ട് കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് ഇക്കുറിയും തുടരും. പിന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനവും വേണം. പിന്നെ നിരവധി കോർപ്പറേഷൻ ബോർഡുകൾ, പിന്നെ അത് കഴിയുമ്പോൾ മലപ്പുറത്തിന് പ്രത്യേക പരിഗണന, അങ്ങനെ പല കാര്യങ്ങളും ഇവരാവശ്യപ്പെടുകയും ചെയ്യും. ഈ കോൺഗ്രസ്സുകാരന്മാരെന്ന് പറയുന്ന ഉണ്ണാക്കന്മാര് ലീഗിന്റെ വാക്ക് കേട്ട് അതെല്ലാം അനുസരിച്ച് എന്ത് ചെയ്യും? അവർക്ക് കീഴ്പ്പെട്ട് കൊടുക്കുകയും ചെയ്യും. ഇതായിരിക്കും കേരളം കാണാൻ പോകുന്നത്. ഈ ക്രിസ്ത്യാനികളെല്ലാം എങ്ങോട്ട് പോകുന്നു? BJP-യിലേക്ക് പോവുകയും ചെയ്യും. ഇവർക്ക് അപ്പോഴാണ് ഭയം. കേരളത്തിലെ ക്രൈസ്തവർ BJP-യോടൊപ്പം ചേരുന്നു എന്നുള്ളത് UDF-ന് കൂടുതൽ അങ്കലാപ്പുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറും എന്നുള്ള ഉറപ്പാണ്. കാരണം പിണറായിക്കും CPM-ന്റെയും തലയില് ഇടുത്തി വീണിരിക്കുകയാണ്. അതിലൂടെ അതിൻ്റെ മണ്ട കരിഞ്ഞു പോവുകയും ചെയ്യും. മറ്റുള്ളവർ ആരായിരിക്കും എന്നുള്ളതും നമുക്ക് അങ്ങനെ കാത്തിരുന്ന് കാണാം.